പട്ടിണി കിടക്കുന്നതിന്റെ റീസൺ ആണ്. അച്ചോ അതാണ് കാര്യം. എന്ത് കാര്യം പറ. അയ്യോ അതൊരു സിമ്പിള് കാര്യമാണ്. അത് വന്ന് പാറുവിനെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം. ആ ട്രിപ്പിന് എന്തായാലും അമ്മുമ്മ ഉണ്ടാവണം. അങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകാന്നുള്ള കാര്യം അമ്മുമ്മ കുടുംബ പരദേവതയെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഫുഡ് കഴിക്കും. ഇതായിരുന്നോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ട് കാര്യമായിരിക്കും. ഇത്രേ ഉള്ളായിരുന്നോ? നടക്കത്തില്ല, നടക്കത്തില്ല. കോമഡി കേട്ടല്ലോ. വന്നേ. വെറുതെ ഒച്ച വെച്ച് വേസ്റ്റ്. ചേച്ചി പ്രതീക്ഷ കൈവിടല്ലേ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേച്ചി എന്തോ എനിക്ക് വിശക്കുന്നു. വിശക്ക് കട്ടക്ക് നിക്കണം നീ. അത് മാത്രമല്ല രാവിലെ ഒരു കുറ്റി പുട്ട്, 4 ഏത്തപ്പഴം, 8 പപ്പടം, 2 മുട്ടയും. ശരിയാണല്ലോ, 2 മുട്ട. കൊച്ചേ ചുമ്മാ കേട്ടോ, രാവിലെ എനിക്ക് 1 മുട്ട കിട്ടിയുള്ളൂ. എന്റെയാണ് മറ്റേ മുട്ട കുരുപ്പേ. നീ കഴിച്ച കാര്യം നേരത്തെ പറയാത്ത എന്ത്? അത് തന്നെ ആമിച്ചൊന്ന് മുട്ടായിരിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പാറുവേ, ഒന്ന് വിശന്നാലേ ഇതൊക്കെ സെറ്റ് ആവുള്ളൂ. നീ ഒറിജിനലായിട്ട് പട്ടിണി കട. ഒറിജിനലായിട്ടാ? പാറുവേ, ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് തോന്നും, പക്ഷെ കഴിക്കരുത്. നീ പൊള്ളിയാണ് പാറു. ചെറുപ്പത്തിലേ ഞങ്ങളും കുറെ പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോന്നൊക്കെ നേടിയെടുത്തത്. അതൊക്കെ വേണോ? നിനക്ക് ടൂറ് വേണോ? ആ എന്നാ പട്ടിണി കടാ. പണ്ടത്തെ ഒരു പരിപാടിയും കൊണ്ട് വന്നേക്കുവാ. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. பாரு, என்ன பாரு இது? காலையில இருந்து கொஞ்சம் தானே நீ சாப்பிட்ட, பசிக்கலையா உனக்கு? வா பாரு, ஏதா வந்து சாப்பிடலாம். ആന്റി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആന്റി ഒന്ന് പൊക്കേ. என்ன பாரு இது? சின்ன குழந்தைங்க சாப்பிடாம இருந்தா உடம்புக்கு ரொம்ப பிரச்சனை. പ്രശ്നം വന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. വെക്കേഷനായിട്ട് എന്നെ ഓരോയിടത്തും കൊണ്ടുപോയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റട്ടെ. வெக்கேஷனுக்கு ஒன்று எங்கேயா கூட்டிட்டு போனோம், அவ்வளோதானே. யாரும் கூட்டிட்டு போலனாலும் ஆன்டி கூட்டிட்டு போறேன் മധുരയ്ക്ക്. ആന്റി എന്നെ മധുരയ്ക്ക് കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ കയറി ഇരിക്കാനല്ലേ? പാറു, ആന്റി പൊക്കോ, എനിക്കൊന്നും വേണ്ട. പാറു സത്യം പറഞ്ഞോ? നീ അതിന്റെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ? ഓക്കെ, നല്ല വെച്ച്. എങ്ങനെയുണ്ട്? എനിക്ക് വിശക്കുന്നുണ്ട്. പാറു എന്ത് വന്നാലും നമ്മുടെ മിഷൻ കൈവിടരുത്. നോക്കിയേ, മിനിമം 3 ഊട്ടി കൊടൈക്കനാൽ, അറ്റ്ലീസ്റ്റ് തേക്കടിയെങ്കിലും കിട്ടാണ്ട് നമ്മൾ പിന്മാറൂല. ഓക്കെ ചേച്ചി, എന്തോ അമ്മൂമ്മ സമ്മതിക്കുന്നവരെ ഞാൻ ജീവനോടുണ്ടാവോ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ. എന്റെ കൊച്ചെ, നീ രാവിലെ എന്താ കഴിച്ചത്? 1 കുറ്റി പുട്ട്, 4 ഏത്തപ്പഴം, 8 പപ്പടം, 2 മുട്ട. ഇത്രയും കഴിച്ച ഒരാൾക്ക് ഒരാഴ്ച ഫുഡിലാണ്ട് ജീവിക്കാൻ പറ്റും. അത്ര ഇവിടെ നിന്ന് തട്ടിപ്പോത്തൊന്നുമില്ല. ചേച്ചി വിശക്കുന്നു. പാറു ഇപ്പോഴും ഇവിടെ ജലപാനം പോലും ചെയ്യാതെ കിടക്കാ കേശോ. ഒരു കാര്യം നീ ഇങ്ങ് വാ. ഇപ്പൊ വരാ.